യെസ്, അങ്ങനെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കേരളം എത്തുകയാണ്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഡിസംബർ 9-നും 11-നും വോട്ടെടുപ്പ്. 13-ാം തീയതി നിർണായകമായ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരും. രോഹിണി, നമുക്കിനിയും പത്തനംതിട്ടയിലേക്ക് പോകാം. അത് തിരുവിതാംകൂറിന്റെ തന്നെ ഭാഗമായിട്ടുള്ള, അല്ലെങ്കിൽ തെക്കൻ കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള പത്തനംതിട്ടയിൽ ഗോകുലാണ് പത്തനംതിട്ടയുടെ സാഹചര്യങ്ങൾ പറയുക. ഗോകുൽ, ഈ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ വിചിത്രമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലവിൽ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കോട്ടാങ്ങൽ പോലെയുള്ള പഞ്ചായത്തുകൾ, അവിടെ SDPI-യും CPM-ഉം തമ്മിൽ സഖ്യമാണ് രോഹിണി. അതായത് വലിയ തോതിൽ മതേതരത്വം പറയുന്ന CPM, അല്ലെങ്കിൽ വർഗീയതയെ ഞങ്ങൾ ചെറുക്കുന്നു എന്ന് പറയുന്ന CPM, SDPI-യുമായിട്ട് സഖ്യം ചേർന്നുകൊണ്ട് BJP ഒഴിവാക്കാൻ വേണ്ടി കോട്ടാങ്ങൽ പഞ്ചായത്ത് ഭരിക്കുകയാണ്. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നോക്കൂ, അവിടെ LDF ഭരിക്കുന്നത് SDPI-യുടെ പിന്തുണയോട് കൂടിയാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന കേരളം കഴിഞ്ഞ 5 വർഷക്കാലം CPM-ൻ്റെ ഈ മതേതര മുഖംമൂടി അഴിച്ചു വെക്കാൻ കഴിയുന്ന ചില ഉദാഹരണങ്ങളാണല്ലോ ഗോകുലെ ഞാനിപ്പോൾ പറഞ്ഞ പഞ്ചായത്തുകൾ. കോട്ടാങ്ങലാണെങ്കിലും ശരി, പത്തനംതിട്ട മുനിസിപ്പാലിറ്റി ആണെങ്കിലും ശരി. അങ്ങനെ കേരളം ചർച്ച ചെയ്ത ഒരു ജില്ലയാണ് പത്തനംതിട്ട. അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ പൊതുരാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് ആദ്യം ഗോകുൽ പറയുക. അതിനുശേഷം BJP ഭരിക്കുന്ന പന്തളം മുനിസിപ്പാലിറ്റിയിലേക്ക് കൂടി നമുക്കെത്താം. ഗൗതം, അയ്യപ്പൻ്റെയും തിരുവാറന്മുള അയ്യപ്പൻ്റെയും ഒക്കെ മണ്ണാണ് പത്തനംതിട്ട. ആധ്യാത്മിക പശ്ചാത്തലം ഏറെയുള്ള ഒരു നാട് കൂടിയിട്ടാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ, അത് ഇത്തരത്തിലുള്ള ചില ക്ഷേത്രങ്ങളെ, പ്രത്യേകിച്ച് ശബരിമലയടക്കം ചുറ്റിപ്പറ്റിക്കൊണ്ട് നടക്കുന്ന വിവാദങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിഷയങ്ങളായിരിക്കും പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായി മാറുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ ചില ഈ അല്ലെങ്കിൽ രാജ്യവിരുദ്ധരായിട്ടുള്ള ചില സംഘടനകളുടെ ഒക്കെ സഖ്യത്തിൽ ഇടതുപക്ഷമൊക്കെ അത്തരത്തിൽ മതേതര മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ഭരിക്കുന്ന ചില തദ്ദേശ സ്ഥാപനങ്ങൾ കൂടിയിട്ടുണ്ട്. എന്തായാലും അവിടുത്തെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം ഇക്കുറി കലങ്ങി മറിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ BJP-യെ സംബന്ധിച്ച് BJP-ക്ക് ഏറെ വേരോട്ടമുള്ള ഒരു ജില്ല കൂടിയിട്ടാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ശബരിമല വിഷയത്തിലടക്കമൊക്കെ BJP സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ, അത് ജനങ്ങൾ സ്വീകരിച്ച് BJP-യെ വേണ്ട വിധത്തിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട് തന്നെയാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ രീതിയിൽ ഒരു വലിയ മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടി അടക്കം കാഴ്ചവെക്കാൻ തയ്യാറെടുപ്പ് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജില്ല കൂടിയിട്ടാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ BJP-യുടെ ജില്ലാ കാര്യകർത്താക്കളായിട്ടുള്ള ആളുകളുണ്ട്. ജില്ലാ പ്രസിഡന്റ് VS സൂരജ് നമ്മളോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, ഇനി കൃത്യം 1 മാസം മാത്രം ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മളുടെ തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും ഒക്കെ എത്രത്തോളമായിരുന്നു? ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനേക്കുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി തെരഞ്ഞെടുപ്പിലേക്ക് കടന്നാൽ മാത്രം മതി. സ്ഥാനാർത്ഥി നിർണയം ഇന്ന് നാളെയൊക്കെ ആയിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. വലിയ പ്രതീക്ഷയാണ് ഈ ജില്ലയിലെ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചുള്ളത്. ഞങ്ങളിപ്പോൾ നിലവിൽ 3 ഗ്രാമപഞ്ചായത്തുകളാണ് ഭരിക്കുന്നത്. അവിടെ നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? തുടർഭരണം തന്നെയാണ് ലക്ഷ്യം വെക്കുന്നതെന്നറിയാം. അതുകൂടാതെ BJP ലക്ഷ്യം വെക്കുന്ന കൂടുതൽ എത്ര പഞ്ചായത്തുകളിലേക്ക് നമുക്ക് ഭരിക്കാനായി സാധിക്കും, എത്ര തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് അധികാരത്തിലെത്താൻ സാധിക്കും എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് ഇപ്പോൾ ഈ ഘട്ടത്തിലുള്ളത്. നമ്മൾ നിലവിൽ 3 ഗ്രാമപഞ്ചായത്തുകൾ, ഒരു മുനിസിപ്പാലിറ്റിയാണ് ഭരിക്കുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിലെ വലിയൊരു സംഖ്യയിലേക്ക് നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭരിക്കാനായിട്ട് സാധിക്കും. മുനിസിപ്പാലിറ്റി നിലനിർത്താനും നമുക്ക് സാധിക്കും. ആ തരത്തിൽ വലിയൊരു മുന്നേറ്റമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിരവധി വിഷയങ്ങൾ ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇന്ന് ആചാരലംഘനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത് ഇവിടെയാണ്. ശബരിമല ഉൾപ്പെടുന്ന ഒരു ജില്ല കൂടിയാണ്. അവിടുത്തെ സ്വർണ്ണക്കള്ളക്കടത്ത് അടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഭഗവാന്റെ വിഗ്രഹം തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളായിരുന്നു അവിടെ നടത്തിയിരുന്നത്. ഇതിനെല്ലാം നേതൃത്വം കൊടുത്തത് ഭരിക്കുന്ന സർക്കാരും ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരും ദേവസ്വം പ്രസിഡൻറ്റും ഒക്കെ അടക്കം എല്ലാവരും ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നവരാണ്. ആറന്മുളയിൽ തന്നെ അവിടെയും സ്വർണം കാണാനില്ല. അവിടെ ഒരു ഭക്തനായിട്ടുള്ള അരൂർ സ്വദേശി ശ്രീ രാമേന്ദ്രൻ നായർ അവിടെ സമർപ്പിച്ച് 29 പവൻ കാണാനില്ല എന്നുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ അവിടെ മഹത്തായിട്ടുള്ള അവിടുത്തെ പള്ളിയോടെ സദ്യ, അത് ഭഗവാന് വിളമ്പുന്നതിന് മുമ്പ് മന്ത്രിയും കൂട്ടാളികളും കഴിക്കുന്നൊരു കാഴ്ചയാണ് അവിടെ കാണാൻ. അത് വളരെ വലിയ ഒരു ആചാര ലംഘനമാണ് അവിടെ നടന്നത്. ഇതിനെല്ലാം ഭക്തജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ടുള്ളൊരു മറുപടി നൽകും എന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ആധ്യാത്മിക വിഷയങ്ങൾ അങ്ങനെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ SDPI-യുടെ പിന്തുണയോടുകൂടി കോട്ടാങ്ങൽ, അതോടൊപ്പം തന്നെ പത്തനംതിട്ട നഗരസഭയടക്കം ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സാഹചര്യം. ഇക്കുറി അല്ലെങ്കിൽ അത്തരത്തിലൊരു കപട നിലപാട് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെതിരെ ഒരു വിധി ആ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നത്. വർഗീയ സംഘടനയോട് കൂട്ടിയേർന്നുകൊണ്ടാണ് ഇപ്പം കോട്ടാങ്ങലും അതുപോലെ നമ്മളെ ഈ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയൊക്കെ തന്നെ ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവർ ഞങ്ങൾ മതേതരത്വമാണെന്നുള്ള വലിയ പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
പാർട്ടി അണികൾ വരെ ഇതിൽ അസ്വസ്ഥരാണ്. നിരവധി ആൾക്കാർ പാർട്ടി വിട്ട് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരുന്നൊരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിനൊക്കെ ചുട്ട മറുപടി ഈ തെരഞ്ഞെടുപ്പിൽ കൊടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ലാസ്റ്റ് ഒരു കാര്യം ചോദിക്കാനുള്ളത് പന്തളം നഗരസഭയെ പറ്റിയാണ്. പന്തളം നമുക്കറിയാം ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടം കൈവരിച്ച പഞ്ചായത്താണ് BJP സംബന്ധിച്ചിടത്തോളം. പാലക്കാടിന് ശേഷം ഒരു നഗരസഭ BJP അധികാരത്തിലെത്തുന്ന പന്തളത്താണ്. അവിടുത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എങ്ങനെ? മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് തന്നെ ഇപ്പം മാലിന്യ നിർമ്മാർജ്ജനത്തിൽ രാജ്യത്ത് തന്നെ ഏറ്റവും മുമ്പിൽ വന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് പന്തളം നഗരസഭ. അപ്പോൾ അയ്യപ്പൻ്റെ ജന്മദേശമായിട്ടുള്ള അവിടെ സ്വാമി അയ്യപ്പൻ്റെ പേരിൽ ബസ് സ്റ്റാൻഡ് കൊണ്ടുവന്നത് പന്തളം നഗരസഭ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അവിടെ ക്രമിറ്റോറിയത്തിൻ്റെ പണികളെല്ലാം തന്നെ ഏതാണ്ട് അവസാനം ടെൻഡർ നടപടിയിലേക്ക് കടന്നാൽ മാത്രം മതി, ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അവിടെ അമൃത് പദ്ധതി, കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന അമൃത പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പദ്ധതികൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ പന്തളം നഗരസഭയിൽ ചെയ്തിട്ടുണ്ട്. ഏറ്റവും നല്ല ജില്ലയിലെ ഏറ്റവും നല്ല നഗരസഭ എന്ന രീതിയിലേക്ക് ഇന്ന് പന്തളം നഗരസഭ മാറിയിട്ടുണ്ട്. അവിടെ തുടർഭരണം കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. തീർച്ചയായിട്ടും ചേട്ടാ, എന്തായാലും അങ്ങോട്ടുള്ള പ്രവർത്തനത്തിൽ എല്ലാ ആശംസകളും നേരുകയാണ്. താങ്ക് യു. എന്തായാലും ഗൗതം, രോഹിണി അതിൽ തന്നെയാണ്. BJP പൂർണ്ണ സജ്ജരായി കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുകയാണ്. സ്ഥാനാർത്ഥി നിർണയമടക്കം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി സ്ഥാനാർത്ഥി പ്രഖ്യാപനം അധികം വൈകാതെ തന്നെ ജില്ലയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ജില്ലയിൽ പ്രധാനമായിട്ടും ചർച്ചാ വിഷയമാകുന്ന കാര്യങ്ങൾ, നിലവിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള കാര്യങ്ങൾ, ആറന്മുള ക്ഷേത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിട്ടുള്ള ക്രമക്കേടുകൾ, അങ്ങനെ ഈ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വിവിധ ക്ഷേത്രങ്ങളിലായിട്ട് പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്ര പാരമ്പര്യമുള്ള ഒരു നാട് കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള വിഷയങ്ങളായിരിക്കും ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തുക. ഒപ്പം തന്നെയാണ് നമ്മൾ ഉൾപ്പെടുന്ന ജില്ലയാണ് രോഹിണി. അതിനാൽ സ്വാഭാവികമായിട്ടും ഗോകുൽ പറഞ്ഞതുപോലെ സ്വർണ്ണ കവർച്ച അതെ, അതെല്ലാം വിഷയമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുമാത്രമല്ല, മുനിസിപ്പാലിറ്റി പാലക്കാടിന് ശേഷം BJP ആദ്യമായിട്ടൊരു മുനിസിപ്പാലിറ്റി കേരളത്തിൽ പിടിച്ചെടുക്കുന്നത് പന്തളമാണ്. അതോടൊപ്പം തന്നെ കുളനട, അതുപോലെ തന്നെ കവിയൂർ, ചെറുകോൽ തുടങ്ങിയ ഗ്രാമപഞ്ചായത്തുകൾ BJP ഈ ജില്ലയിൽ ഭരിക്കുന്നുണ്ട്. ആ പഞ്ചായത്തുകൾ നിലനിർത്തുമോ അതോ കൂടുതൽ പഞ്ചായത്തുകളിലേക്ക് BJP വഴിമുട്ടുമോ? ഇതൊക്കെ നമുക്കിനിയും കാത്തിരുന്ന് കാണണം. എന്തായാലും ഒരു